ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. ഇൻട്രൊഡക്ഷൻ കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ ക്രിസ്മസ് സെലിബ്രേഷനാണെന്ന്. അപ്പോൾ ഇന്ന് ദാറുസലാമിലെ സെൻറ്റ് ആൽഫോൻസ കമ്മ്യൂണിറ്റീൻ്റെ ക്രിസ്മസ് സെലിബ്രേഷനാണ്. അപ്പോൾ എങ്ങനെയാണ് ഞങ്ങൾ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്തതെന്നാണ് കേട്ടോ ഈ വീഡിയോ കൂടെ കാണാൻ പോണേ. ക്രിസ്മസ് പാപ്പാനെ ഇല്ലാതെ എന്ത് ക്രിസ്മസ് സെലിബ്രേഷൻ, അതും ഹൈ എനർജറ്റിക്കും പിന്നെ അതേപോലെ തന്നെ നന്നായിട്ട് ഡാൻസ് കളിക്കാനും നന്നായിട്ട് അഭിനയിക്കാനും അറിയാവുന്ന ഒരാളാണെങ്കിൽ പിന്നെ പറയാനുണ്ടോ. പിള്ളേരൊക്കെ നല്ലോണം എൻജോയ് ചെയ്തു. ഫുൾ ഡാൻസും കൊട്ടും മേളമൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. ക്രിസ്മസ് പാപ്പാനിയായിട്ട് റോബിൻ ചേട്ടനായിരുന്നു. റോബിൻ ചേട്ടൻ്റെ കർത്തവ്യം നല്ല അടിപൊളിയായിട്ട് നിർവഹിച്ചിട്ടുണ്ട്. ആദ്യം കുറച്ചു നേരം കുർബാനയും പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ശരിക്കും പ്രോഗ്രാമിലേക്ക് പോയത്. അപ്പോൾ ആദ്യം കേക്ക് കട്ടിങ്ങിലൂടെയാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. നല്ല അടിപൊളി പ്ലം കേക്ക് അനുഷ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആലിക്കുട്ടിക്ക് അത് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ വൈനും ഒക്കെ എൻജോയ് ചെയ്തിട്ട് ഞങ്ങൾ കരോൾ സോങ് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരും നല്ല ഗായകരാണ്. അപ്പോൾ നല്ല രസമായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. കേക്കും വൈനും ഒക്കെ എൻജോയ് ചെയ്ത് ഞങ്ങൾ ക്രിസ്മസ് കരോളൊക്കെ കേട്ടിരിക്കുകയായിരുന്നു. കരോളിന് ശേഷം ക്രിസ്മസ് ഫ്രണ്ടിനെ കണ്ടുപിടിക്കലായിരുന്നു. അപ്പോൾ ക്രിസ്മസ് ഫ്രണ്ട്സിനെയൊക്കെ നറുക്കിട്ട് കണ്ടുപിടിച്ച് ഗിഫ്റ്റുകളൊക്കെ എക്സ്ചേഞ്ച് ചെയ്തു. കുട്ടികളൊക്കെ അവരുടേതായ രീതിയിൽ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ സ്റ്റാർ മേക്കിംഗ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. ആ കോമ്പറ്റീഷനിൽ കുറേ കുഞ്ഞിക്കുട്ടികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. നല്ല ക്രിയേറ്റീവായിട്ട് കുറേ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സ്റ്റാർസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ കൂപ്പൺ വെച്ചിട്ട് ലക്കി വിന്നറിനെ കണ്ടുപിടിക്കണ ഒരു ഇതും കൂടി ഉണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ് ആൻഡ് തേർഡ് പ്രൈസ് നറുക്കിട്ടെടുത്ത് കൊടുത്തിരുന്നു. അടുത്തൊരു ക്രിസ്മസ് ട്രീയിൽ കുറേ ഗിഫ്റ്റ്സുകളൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇഷ്ടമുള്ള ഗിഫ്റ്റ് മേടിക്കാൻ പറ്റും. അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. ഡെക്കറേഷനൊക്കെ മനോഹരമായിരുന്നു. ക്രിസ്മസ് ട്രീയും ലൈറ്റ്സും പിന്നെ ഓരോരോ ഗിഫ്റ്റ്സും പിന്നെ ഉണ്ണിയേശുവിൻ്റെ പുൽക്കൂടും ഒക്കെ കാണാൻ അടിപൊളിയായിരുന്നു. ആ ലൈറ്റിങ്ങും പിന്നെ ബാക്കിലുള്ള ഓരോ ചെറിയ ചെറിയ എല്ലാ കാര്യങ്ങളും നല്ല രസമുണ്ടായിരുന്നു. ലാസ്റ്റ് നമ്മുടെ ഫുഡാണ്. നല്ല പുത്തരി ചോറും മാങ്ങാക്കറിയും ബീഫ് കറിയും ചിക്കനും മീൻ കറിയും ബ്രെഡും ഒക്കെ ആയിട്ട് കുറേ ഫുഡുണ്ടായിരുന്നു. നമുക്ക് ഒരു പ്ലേറ്റിൽ തന്നെ നിറഞ്ഞിട്ട് വെക്കാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല. അങ്ങനെ മൊത്തത്തിൽ അടിപൊളി ക്രിസ്മസ് സെലിബ്രേഷനായിരുന്നു. പിള്ളേർ സ്റ്റാറൊക്കെ വലിച്ചു പറക്കാനും നോക്കണ്ട. ഗിഫ്റ്റൊക്കെ കിട്ടി പിള്ളേരൊക്കെ നല്ല ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യത്തെ ദാറുസലാമിലെ ക്രിസ്മസ് സെലിബ്രേഷൻ ഇങ്ങനെയായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.